ഒരു സമയത്ത് നീകൻ ബാബുവിന്റെ അന്തകനായിരുന്നു കേട്ടാ, ഓർമ്മണ്ടാ? ഇപ്പോഴും അണ്ടൻ തന്നെ കേട്ടോ. ബാബു വാസവനെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണേ. പോസിറ്റീവ് ആക്കിയ പട്ടിയൊന്നും എന്നെ നോക്കണ്ട. ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നത് മാത്രമേ ഇതിനകത്ത് കൂട്ടത്തുള്ളൂ, ഗിഫ്റ്റഡ് കൂട്ടത്തില്ല. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇത് പക്ഷെ നമുക്കിത് ഇതേ റിഡീം ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അതൊക്കെ പറ്റും. അങ്ങനല്ല, മറ്റേ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ തീർക്കാൻ വേണ്ടിട്ട് അത് അല്ലാതെ ചെയ്യണം. അത് പയ്യെ ആയിക്കോളടാ, നീ അതൊരു ഇങ്ങനെ നോക്കണ്ട, നമ്മള് പയ്യെ ചെയ്ത് വരുമ്പോ സമയത്ത് ആയിക്കോളും. ഓക്കെ. ടെൻഷനായിപ്പോ ഞാനങ്ങ്. ഇല്ല അത് പയ്യെ ആയിക്കോളും. ശരിയടാ. എനിക്ക് തന്നെ കുറെ ദിവസം എടുത്തായിരുന്നത്, എനിക്ക് തന്നെ കുറെ ദിവസം എടുത്തായിരുന്നത്. ചില്ലായിട്ട് ലൈവേ. ഓക്കെ. അനസുറോ, നിങ്ങൾ എന്ത് മനുഷ്യനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. താങ്ക് യു സോ മച്ച് അനസുറോ, ഇറ്റ്സ് എ ലോട്ട്. താങ്ക് യു എനിവേയ്സ്. എനിക്കൊന്നും പറയില്ല, വാക്കുകളില്ല. താങ്ക് യു ഫോർ സപ്പോർട്ട്. എനിക്ക് ഒരു ഇൻകം ഇല്ലാത്ത സമയത്ത് പോലും നിങ്ങളുടെ യൂട്യൂബ് സൂപ്പർ ചാറ്റ് മാത്രമായിട്ട് ഞാൻ കഴിഞ്ഞു പോയ കുറേ കാലങ്ങളുണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് അനസ് ബ്രോ. ഇത്രയും നാൾ കൂടെ ഇപ്പോഴും കൂടെ എങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് ഗൈസ്, ഇവിടെ വന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും താങ്ക് യു ഗൈസ്. അപ്പോൾ എല്ലാവരും ഒക്കെ നമുക്ക് നോക്കാം. ആർപ്പിയർ. ഹലോ, സെക്കൻഡേ. എടാ വാ ബാബു, എന്റെ കട എവിടെ? ജോക്ക് ബ്രോ താങ്ക് യു ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു സോ മച്ച് ജോക്കർ ബ്രോ, മീൻസ് എ ലോട്ട്. താങ്ക് യു ബിക്കോസ് വി ലവ് യു. ട്രെൻഡിങ്ങിന്റെ ആർപ്പിയ 3.4K വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഗൈസ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് ഗൈസ്, ഇത് ഒരു 1-2 ഡേയ്സ് കൂടി ഉണ്ടാവും. നമ്മൾ അപ്പോൾ വരണം എല്ലാവരും. ഇന്നൊന്ന് എല്ലാവരും വരണേ. നമുക്ക് എന്തായാലും എന്താ പറയാ, ഇതിനകത്ത് ഇപ്പഴും തപ്പാൻ പറ്റുമോ നമുക്ക്? ഇതൊക്കെ എടുത്തു വെച്ച് ആവശ്യമുള്ള ഞാൻ അതൊക്കെ എടുക്കട്ടെ. ഒന്നും എടുക്കല്ലേ, ഇതിന്റെ എല്ലാം ഞാൻ എടുക്കണേ. ബിസിനസ് ഉണ്ട്, വന്നേ ഇത് മ്യൂട്ടാവൂലേ? മ്യൂട്ടായാലും മാറും ഇത്? അളിയ നമ്മുടെ വണ്ടിയുടെ എടാ ഇതാണാടാ നമ്മളെ ഗ്യാങ് മീറ്റിംഗ് വിളിച്ചപ്പോ വന്നു വരും 4 പേരാ. എടാ മീറ്റിംഗ് നമ്മുടെ വേറെ ലൊക്കേഷൻ വെച്ചിട്ടാണ്. ഇതിപ്പോ 4 പേരേ ഉള്ളൂ നമ്മള് മീറ്റിങ്ങിന്. അളിയ മെയിൻ ആൾക്കാർക്കില്ലേ? വാ, മതി, നമ്മള് 2 പേരുണ്ടല്ലോ, വാ. അടിച്ച് കറക്കും ഞാൻ. അളിയ കട എന്ത് അടച്ചിട്ടങ്ങനെ തുറന്നിട്ടില്ലല്ലോ? ഇതെന്റെ കടയല്ല തുറക്കാൻ. ഓ, ഡൽഹി എന്നല്ലേ മാഞ്ചാളി. എനിക്ക് എന്തോ ഒന്നിനും മാഞ്ചാളി എന്തെങ്കിലും. ഇത് ആരുടെ ഇടിച്ച് കൊല്ലാൻ നോക്കുന്ന? ഞാൻ മാർക്കണ സ്ഥലത്ത് പോളിയാ. ബാബു ഒരു സമയത്ത് നീകൻ ബാബുവിന്റെ അന്തകനായിരുന്നു കേട്ടാ, ഓർമ്മണ്ടാ? ഇപ്പോഴും അണ്ടൻ തന്നെ. ഒന്ന് കാർ ഫ്രണ്ടിലേക്ക് ഇട്ടാ. വണ്ടി
വിൻഡോ ഒന്ന് കേട്ടിരുന്നേ, എനിക്ക് പൊടി അലർജിയാ. ഞാൻ മാർക്കിയ സ്ഥലത്ത് നിന്റെ മുടിക്കെന്ത് പറ്റി? മുന്ന ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ്. നമ്മള് രണ്ട് മെമ്പർഷിപ്പാ മുന്ന ബ്രോ ഒരു ഗിഫ്റ്റ് ചെയ്ത് ഒരു മെമ്പർഷിപ്പ് മുന്ന ബ്രോ താങ്ക് യു സോ മച്ച്. നമുക്കൊരു തെന്നി താങ്ക്സ് അലോട്ട് ബ്രോ, താങ്ക്സ് അലോട്ട്, താങ്ക്സ് അലോട്ട്. ഇന്ന് വയ്യ ആക്ക്, എണീക്കാൻ വയ്യ. വയ്യല്ലേ? എനിക്കറിയാം ചന്ദ്രു, പണ്ട് മുതലേ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടേ ലാസ്റ്റ് HIV ടെസ്റ്റ് ചെയ്തപ്പോ വരെ പോസിറ്റീവ്. ആള് മിക്കവാറും അധികം നാൾ ഉണ്ടാവൂല. എടാ ലൊക്കേഷൻ 5098 എടാ ലൊക്കേഷൻ 5098 ഞാൻ ഈ ഡാഷ്ബോർഡ് മാറ്റും എന്തായാലും. എനിക്ക് അത് വേണ്ട, അത് എക്കോടി. എനിക്ക് എന്തോ ബഗ് ഉണ്ട്, അറിയത്തില്ല എന്താണ്. ഞാൻ വായിക്കാം. ചന്ദ്രു വരാ, ഒരു 10 കോടി എടുത്തിട്ട് പമ്പിന്നെ. നിന്റെ കാലിനെ ഒട്ടുമല്ല ഞാൻ കാച്ചെടുത്താ. ഒരു 100 രൂപ ചോദിച്ചിട്ടായിരുന്നില്ല, പിന്നെ 10 കോടി ഇപ്പൊ തരും. ചന്ദ്രു എനിക്കൊരു 7 കോടി തരാം, ഒരു വണ്ടി വാങ്ങാൻ പൈസ വേണം. ഞാൻ മുകളിലൂടെ ഞാൻ പറഞ്ഞോളാം. അതെ കുടുംബാലെ എടുത്തിട്ടോ 7 കോടി എടുത്തിട്ടോ. 7 കോടി ബാബുശേ എനിക്കുണ്ട്, ആക്സസ് ഉണ്ട്. നിനക്ക് ആക്സസ് അപ്പൊ ഒരുപാട് തരും. അപ്പൊ എനിക്ക് തന്നാലും നിനക്ക് തരില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, കാരണം നിനക്ക് ബുദ്ധിയില്ല. അതൊക്കെ പണ്ട്. ഞാനിപ്പോ എല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നുണ്ട്. ചന്ദ്രൻ എല്ലാം എന്നെ ഏൽപ്പിക്കുന്നേ. മെമ്പർഷിപ്പ് എടുത്തോ? 44 അല്ലെ ഞാൻ എടുത്ത് കയ്യിലുണ്ട് തരാം. ഒരു വണ്ടിയും മാർക്ക് ചെയ്ത സ്ഥലം പോയാ? ഞാൻ മാർക്ക് ചെയ്യണ്ട ബാബു കലിപ്പാ. ബാക്കിലോട്ട് പോയാലും മതി, അല്ലേ ബാക്കിലോട്ട് പോയാലും മതി. ഗ്യാങ്ങോസൊക്കെ ആരോ അടച്ചിട്ടേക്കോളിയാ, നോക്കാൻ പറ്റുള്ള. ഞാൻ ഹെലികോപ്റ്റർ വെക്കാൻ പറ്റും. പരിശീലനം മെൻഷൻ ചെയ്യാനേ. Hamless Gaming thank you for the membership gift bro, thank you so much, thank you brother. ശരി, അസുഖങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ടില്ലല്ലോ വരുന്നത്. എടാ ഇവിടെ നിന്ന് റൈറ്റ് എടുത്താൽ മതിയായിരുന്നു ബാബു. എങ്ങോട്ടായി പോണത് നീ? മാപ്പ് നോക്കി പോനാ മറന്നുപോയി. എടാ എനിക്ക് ഇവിടെയൊക്കെ ചെറുതായിട്ട് എന്തൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ? പുറത്താനോ അകത്താനോ? അല്ല ഇവിടെ അകത്ത് ഇവിടെ ചെറിയൊരു റെൻഡർ ആവത്തേന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് കയ്യിൽ കൂടുതൽ പൈസ വെച്ചിരിക്കുന്നോണ്ടാണ്. വേറെ അക്കൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാറും. കയ്യിൽ എടാ എന്റെ കയ്യിൽ ബാബു 100 കോടിയുള്ളൂ. 1300 രൂപ എടുത്ത് മറ്റേ പമ്പ് വാങ്ങിയിട്ട് കടം തീർന്ന് പറഞ്ഞേ ഉള്ളൂ. അത് ഭയം കരപ്പായിരുന്നു, ഉള്ള കാര്യം പറയല്ലോ ചന്ദ്രോ. ഒരു കാര്യമില്ലായിരുന്നു. നമ്മുടെ ഗൺസ് ഓഫ് വാങ്ങിച്ചിരുന്നെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ. ബാബു വാസന നമ്മളെ ഹെൽപ്പ് ചെയ്യണം, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണേ. ഒന്നും കേട്ടില്ല എന്തായാലും. അണ്ണാ 5098 കൊണ്ടോയാ ഇല്ലില്ല ആളെ വീട്ടിൽ ഇല്ലില്ല ഇത് ആസ്റ്ററിൽ PC ഉള്ള റൂമൊക്കെ ഉണ്ട്. എന്തിനു പറയുന്ന ആളിയാ ലെക്ചർ. വിളിക്കാൻ വരട്ടെ വലിയ കാര്യം ഉണ്ടാവും. നമ്മളെ വണ്ടിയിൽ പെട്രോൾ തീർന്നു. ശരിയാണ്. നീ വരേണ്ടതൊക്കെ ശരിയാണ്. നീ വരേണ്ട ലൊക്കേഷൻ അണ്ണാ 5098 വന്നിട്ട് വിളി. 5098 പെട്രോൾ ഇല്ല, മൈലേജ് നോക്കി ഓടിക്കണം, അല്ലെങ്കിൽ തള്ളണ്ടി വരും ഇറങ്ങി. അതൊന്നും പ്രശ്നമില്ല, ഉള്ള പെട്രോൾ ഓടും. എടാ ബാബു പെട്രോൾ ഇല്ല, മൈലേജ് നിക്കും വണ്ടി. നിന്റെ സ്വന്തം പമ്പിൽ കയറിയപ്പോൾ നിനക്ക് അടിക്കാൻ പറ്റിയില്ലായിരുന്നോ? പറയണ്ടായിരുന്നു അത്. പിന്നെ ഇത് നിന്റെ ഉള്ള കണ്ണ് പോലെ തന്നെ എന്റെ ഉള്ള കണ്ണ് ഞാൻ കണ്ട്.
ആ ഇത് ഏത് ഭാഷ? മലയാളം. എടാ നീ പറഞ്ഞ കേട്ടു. ആ തീർന്നടാ പെട്രോള്, ഇനി ഉന്തേണ്ടി വരുവാടാ ബാബു. നമ്മൾ ഒരു ഒന്നിനുമില്ല. ഞാൻ പമ്പ് ഒരെണ്ണായിരിക്കും പൈസ കൊടുത്ത് അടിക്കാൻ നീ റെഡിയാണോ? പൈസ കൊടുത്ത് ഞാൻ അടിച്ചോളാം. എന്റെ പമ്പിൽ പൈസ കൊടുത്ത് അടിക്കാൻ പാടുന്നു. ഇവന്റെ തീർന്നില്ലേ അളിയ? അങ്ങനെ ചെയ്തിട്ട് പോർഷെ അളിയാ, പോർഷെ. പോർഷയാ ഓടി. ഓ ഇത് പോർഷയുടെ സിമ്പിൾ വെച്ച് ഓടിയാണ് മനസ്സിലായില്ലേ വണ്ടിയുടെ? ബാബുസിട്ട് എത്തിക്കുന്ന പോലെ എത്തിച്ചേട്ടാ, മൈലേജ് ഒക്കെ ഓടിച്ച്. നഷ്ടവും. വെട്ടി കണ്ടന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതാണ് കയറിയത്. നീരൊന്ന് കൊറേ പറഞ്ഞല്ലേ തത്സമയത്തിരുന്ന്. അതല്ലേ ചന്ദ്രു, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേടാ. മള്ളിയുടെ മള്ളിക്ക് അറിയാം ഇനി മുതൽ സിറ്റിയിലോട്ട് വന്നില്ലെങ്കിൽ നമ്മള് വെട്ടി നല്ല കിലോയ്ക്ക് വിൽക്കുമെന്ന്. മള്ളി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിൽക്കുള്ളൂ, മള്ളി ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മള്ളിയിൽ വിൽക്കും. 2 ക്യാനോട് പെട്രോൾ ഒന്നും കേറിയില്ല. നീ ഇറങ്ങാദ്യം. കേറിയില്ലേ? ക്യാനോ വാങ്ങിച്ച ചന്ദ്ര, ക്യാനോ വാങ്ങിച്ച. എടാ ഇത് എടാ ഈ നോസിൽ വേറെ ഹോൾ വഴിയാ പോയത്. നീ ഇവിടെ നിന്ന് എന്തിനാ ബാബു? മാറി നിൽക്കണ്ടേ അളിയാ? കുറച്ചങ്ങ് നീങ്ങിരുന്ന എന്റെ എല്ലാം ക്ലോസ് ആണ്. നീ വാ തുറന്ന തിരിയിട്ട് കത്തിച്ച് വെക്കുക എന്തായാലും ഉമ്മറത്തിന്നത്തേക്ക്. പെട്രോൾ നിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ ഗ്യാങ്സ് അടച്ചിട്ട് ഇങ്ങനെ കണ്ടു വന്നേരി. ചന്ദ്ര അപ്പൊ ഇന്നത്തേക്ക് തിരിയിട്ട് വെക്കാനുള്ള സാധനമായിട്ടുണ്ട് നീകൻ. വണ്ടി ഇടിച്ച് തൊലച്ചാടാ നീ. ഇല്ലാത്ത പെട്രോൾ ഒഴിച്ച് ഇതുവരെ കൊണ്ടുവരാറിയെങ്കിൽ ഈ തിരിച്ച് ഓടിക്കാൻ അറിയാം. നീ വണ്ടി ഇറങ്ങ. എടാ എഞ്ചിൻ ഔട്ട് ഫുള്ള് 99% വണ്ടി ഓടണേ. എഞ്ചിൻ എന്റെ ഔട്ട് അല്ലേടാ. വാസവണ്ണ പറഞ്ഞേ നമ്മള് വന്നോണ്ടിരിക്കുവാണേ. ആ ഓക്കെ ഓക്കെ അണ്ണാ. നീ തിരിച്ചല്ലേ പോണ ഓപ്പോസിറ്റിലൂടെ? 4.2K watching. Let's go. Let's go guys. പറക്കുന്നളിയാ ചന്ദ്ര മറ്റേത്. എവിടെ? അത് പറവടാ, അത് പ്രീമിയം എടുക്കണം കേട്ടാ. വാങ്ങിക്കുന്ന കേറാൻ പറ്റൂല, മതിലടി കേറാൻ പറ്റുന്നില്ല. പ്രീമിയം നല്ല പൈസ ഉണ്ടോ ചന്ദ്ര ഇവിടെ? അല്ലാണ്ട് നീ എടുത്തോ? ഞാൻ എടുത്തില്ല. നല്ല പൈസ ഓർമ്മ ഉണ്ടോ? പണ്ട് പ്രീമിയം എടുത്ത് കരഞ്ഞെടുക്കുന്ന ഓർമ്മ ഉണ്ടോ ചന്ദ്രു? പണ്ട് നമുക്ക് കാശായിരുന്നില്ല ബാബു. കാശിന്റെ കഴപ്പാ. കഴപ്പും കൊഴുപ്പും ഉണ്ടായിരുന്നു. ഓ ഇപ്പൊ രണ്ടും അങ്ങ് മാറി. ഇപ്പൊ പൈസ പൊട്ടിച്ചാണ് കൊഴുപ്പ് കുറച്ചത്. അത് ഒരുപാട് മൊത്തം പൈസ പൊട്ടിച്ച് കൊഴുപ്പ് പറ്റിക്കാൻ ലാസ്റ്റ് മിനിമം 1 ലക്ഷം രൂപയെങ്കിലും തീർന്നാണോ? ഇവിടെ ഒന്നൊക്കെ പൊട്ടിച്ചാലും കൊഴുപ്പ് കുറയണ്ടേ? അത് നല്ലോണം പണിയെടുക്കണം ബാബുസേ. ഇല്ല കുറച്ച് വരുന്നുണ്ട്. ഞാൻ സർപ്രൈസ് ആണേ. ഞാൻ ഇനി ഒരു ഡാൻസ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഉടനെ. ഒരു 10 വർഷം. ഇല്ലാസന അടച്ചിട്ടേക്ക് അതന്നെ ഞാൻ പൈസ ഡൊണേറ്റ് വരാൻ പറഞ്ഞ. ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാ എന്റെ ഗ്യാങ് റോളൊക്കെ കളഞ്ഞ് ലീഡർ സ്ഥാനത്ത് എടുത്ത് മാറ്റിയെന്നാണ് വിചാരിച്ചത്. 10 ദിവസം വരാഞ്ഞപ്പോഴേ മള്ളി ഞാൻ ഉള്ളപ്പോലെ നടക്കും മള്ളി. വന്ന് നിന്നെ ഇവിടെ കണ്ട അതായിരുന്നു എന്റെ പേടി. നേരത്തെ നീ അത് ചെയ്തെന്ന് ബാബു. മള്ളി മീറ്റിംഗ് വെളിയിലൊരു സ്ഥലത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ ഞങ്ങൾ വന്ന് 50 ഇത് T40 ഗ്യാങ് എന്നാ 50 റൈറ്റ് പോവോ? റൈറ്റ് അവിടെ അടുത്തൊരു മറ്റേ കീന്റെ സിമ്പിൾ ഉണ്ടാ, ലൈക്ക് ഒരു കീന്റെ സിമ്പിൾ ഉണ്ടാ. വണ്ടി വണ്ടിയാ? വണ്ടി കണ്ടോ നീ അവിടെ? ഗ്യാങ്ങായി. ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ആ അവിടെ നിന്ന് റൈറ്റ് 50 റൈറ്ററാ. ആ ഏതൊക്കെ വണ്ടി പറന്നു. എന്റർടൈൻമെന്റിനോളാകെ
എടാ എടാ ഇത് ഞാൻ മാർക്ക് ചെയ്യണോ നോക്കി പറഞ്ഞു കൊടുത്തരാ ബാബു. ഞാൻ പറയാം റേഡിയോയിൽ വീരപ്പം കുറിപ്പ് തരികടാ ടെക്സാസിലെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ ഇതൊക്കെ. ആര് തമിഴാരത് എടാ എല്ലാരും 5018 വാ. തമിഴ് സംസാരിക്കുന്ന ആര് വീരപ്പം കുറിപ്പാ ടെക്സാസിൽ നമ്മളെ ഗംഗയ്ക്ക് അറിയോ? ഹലോ എടാ 5018 നേരെ വാ. നേരെ 5018 നേരെ. റൈറ്റ് പുണ്ടച്ചി. നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഡയലോഗ് അടിക്കണം എന്റെ അടുത്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇൻവെന്ററിയോ ലബോറട്ടറിയോ അങ്ങനെ എന്തൊരു സ്ഥലമില്ലേ? എടാ 6038ന്റെ എന്തിന് പറഞ്ഞുതരാം, ഞാൻ ലൊക്കേഷൻ ഗ്രൂപ്പ് ഇടാം. ആ ഒബ്സർവേറ്ററി പോണ വഴി. ആ ഓക്കെ ഓക്കെ. ഇവിടെ കോച്ചൊക്കെ എത്തി. ലൊക്കേഷൻ അയച്ചോട്. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ ബാബു. ഞാൻ ചന്ദ്രന്റെ ലൈവ് മെറ്റ അടിച്ചേടാ. സാബ്ഗുരുവിന്റെ വീട് അണ്ണാ ആ വീട് ഞാൻ വാങ്ങി. നിനക്ക് ആ വീടിന്റെ അകത്ത് പൊള്ളായിട്ടാണ് കാണണത്. നോക്കിയേ എത്തി ഇവിടെ പൊള്ളായിട്ടാണ് കാണണേ. മനുഷ്യൻ ശരിക്കും ഒന്നുകൂടെ നോക്കടാ. എനിക്ക് പൊള്ളയല്ലോ, എനിക്ക് കാണാം, എനിക്ക് എല്ലാം കാണാം സൂപ്പറായിട്ട്. ഇവിടെ നേരെ താഴെ ഭൂമിക്ക് അടിയിലോട്ടാണ് എനിക്കെല്ലാം കാണാം. ഇതെന്നാ കേറണ്ട അകത്തോട്ട്. എല്ലാ പേജ് നോക്കിയേ ചന്ദ്ര. ഇവിടെ ഹൈപ്പറാക്കല്ലേ എല്ലാ പേജ് നോക്കട്ടെ. ഓളെ കാറിട്ട് ഏൽപ്പിക്കുന്നേ മള്ളി ഒറ്റ സിറ്റി അണ്ണാ ഒന്ന് എല്ലാ പേജ് നോക്കി. അണ്ണാ അണ്ണാ ഒന്ന് എല്ലാ പേജ് നോക്കിയേ. അത് കാർ ഒറ്റ ഉള്ളൂ. നീലി നീലി. എല്ലാ പേജ് നോക്കി. ചന്ദ്ര വേറെ ആർക്കും കാർ സിറ്റിയിൽ ഇഷ്ടപ്പെട്ടില്ല. അണ്ണാ എല്ലാ പേജ് നോക്കിയാണ്. എല്ലാ പേജ് നോക്കിയാണ്. ചന്ദ്രു ഇങ്ങനെ ഇത് ഏതാ അനോണിമസ്? ആ സിറ്റിയിൽ ഒരെണ്ണേ ഉള്ളൂ എന്നടാ. എന്തോന്ന് വണ്ടിയാടാ ഒരെണ്ണേ ഇറക്കിയുള്ളൂ. ഇല്ല പറയണ്ട, ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടോ മലയാളി? പറഞ്ഞ ഈഗോ കൈ പിടിക്കണോ? വേണ്ട 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 വെയിലത്ത് നിൽക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. നമുക്ക് തണലത്തോട് നിൽക്കാം. അണ്ണാ ഈ വീടിന്റെ അകത്തോട്ട് കയറാൻ പറ്റില്ലാട്ടാ. അണ്ണന്റെ വീടിന്റെ അകം കാണാൻ പറ്റുന്നുണ്ടാ? പിന്നെ കാണാൻ വരുന്നുണ്ട്. ഇത് സാബുവിന്റെ വീടല്ലേ? ഇത് വാ, എന്റെ കീ ഉണ്ട്, വാ ഞാൻ തുറന്നു തരാം. വാ. അല്ല അണ്ണാ വീട് ഞാൻ ചെറുതായിട്ട് വാങ്ങിയായിരുന്നു. പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് വീടിന് ഇപ്പൊ. ഇത് ഏതോ മെനയില്ലാത്തോ മേടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കാടൊക്കെ പിടിച്ച് മൊത്തത്തിൽ കിടക്കണുണ്ട്. അങ്ങനെ എങ്ങനെ കൊണ്ടുവരുന്നത്? അല്ല അണ്ണാ പോയെ ആണോ നിനക്കാരെ ചന്ദ്രൻ പോയി മലയാളിയിലോട്ട് പോയി. പോയാ? ഞാൻ ഇവിടെ ഉണ്ട്. അയ്യോ ഞാൻ പോയി നിങ്ങൾ രണ്ടുപേരും അനങ്ങാതെ നിക്കണം അവിടെ. അണ്ണാ ഞാൻ എനിക്ക് ബാബുനൊന്നും കണ്ടൂടാ. എനിക്കല്ലല്ലോ ഇവിടെ, എനിക്കെല്ലാം കാണാൻ. അപ്പൊ ഒരു കാര്യം വെളിയിൽ ഇറങ്ങി ഇല്ലടാ ബാബു. ടെസ്റ്റർ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്താ സിറ്റിയിലെ ഒരേ ഒരു സ്വന്തം സാധനം വെട്ടി താഴെ വീണിട്ടുമേ ബാക്കിയുള്ളവന്റെ സാധനം പോയി പറഞ്ഞത് ചിരിച്ചു വേണം. മനസ്സിലായ അണ്ണാ മുമ്പ് അണ്ണ എക്സ്റ്റൻഡ് ഹൈറ്റ് ഇട്ട് കാണുന്നില്ലടാ ബാബു. എക്സ്റ്റൻഡ് ഒക്കെ കൂട്ടിയിടത് ഹൈയാണണ്ണാ. എനിക്ക് പിന്നെ അങ്ങനെ വലിയ പ്രശ്നമില്ലല്ലോ. നമുക്ക് സെറ്റ് ആണല്ലോ, നമുക്ക് നമുക്ക് പുറത്ത് ചേർത്താ. അകത്ത് ചൂട് ഒരു പ്രശ്നമില്ലടാ. അണ്ണ ഇടണ ടിവിയുടെ ബാഡ്ജില്. പിന്നെ வாசு நம்ம குடுக்க வேண்டியதெல்லாம் കുറച്ച് പേര് കേട്ടിട്ട് മേടിച്ച കാശെല്ലാം കൊടുക്കണല്ലോ. ഓ അങ്ങനെ ഞാൻ പോയിട്ട് നിങ്ങളിത് ഡീൽ ചെയ്തിട്ട് കോച്ചല്ലേ മേടിച്ചത്? ഏതൊക്കെയോ പെണ്ണുങ്ങളുടെ കോച്ച് ഡീൽ ചെയ്യണേ എത്രയും പെട്ടെന്ന്. വേറെ കാര്യം അറിഞ്ഞാ പേദോഷം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇവിടെ രാത്രി ഇപ്പൊ ഉണ്ടല്ല ആള് ഭയങ്കര ആക്റ്റീവ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പത്തേക്കും ഞാൻ വിചാരിച്ച് അപ്പൊ ഞാൻ ഭയങ്കര മാസൊക്കെ അടിച്ച് പറഞ്ഞേട്ടാ, എടാ കോച്ച് ഒരു കാര്യത്തിനോട് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ മെക്കാനിസം പഠിക്കാതെ ആൾക്കൊരു സമാധാനം ഉണ്ടാവൂല എന്നൊക്കെ അന്നേരം പറയുവാണേ. ഗണ്ണും മറ്റേ TDM-ലൊന്നും അല്ല,
കണ്ട പെമ്പിള്ളേരെ കൂടെ കറങ്ങി നടക്കുമെന്ന് രാത്രി 4 മണിക്ക്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, കോച്ച് ഇങ്ങനെ തന്നെ കാമക്കണ്ണ. എടാ നിങ്ങള് വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ചാ പുള്ളി ഇവിടെ മാത്രമല്ല പ്രശ്നം, പുള്ളിക്കാരന്റെ വൈഫ് ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഈ ഗെയിം ഇതിനകത്ത് നിന്ന് പുള്ളിയെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഡിവോഴ്സ് ഫയൽ എനിക്ക് മെസ്സേജ് വന്നറിയാവോ? പുള്ളി വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് കപ്പിളാർപ്പ് ചെയ്താലേ ലോയാലിറ്റി പോയിന്റ് കിട്ടുള്ളൂ. 3x കിട്ടാൻ പറഞ്ഞ 3 കപ്പിളാർപ്പാണ് രാത്രി നോക്കുന്നത്. പണ്ടിങ്ങനെ ആർപ്പിടിച്ചൊരു പയ്യൻ വാസൻ അറിയാവോ? പിന്നെ ആര്? ഹെഡ്ഫോൺ അതല്ല വേറെ വേണ്ട കല്യാണ സമയത്ത് കളിച്ചത്. കല്യാണത്തിന് ആലോചിച്ച് പേടിയാണെന്ന് പറഞ്ഞ് സിറ്റിയിൽ ഇരുന്ന് കപ്പിളാർപ്പ് കളി. ഓ എനിക്ക് ടെൻഷൻ, ഞാൻ ഇങ്ങനെ റിലീസ് ചെയ്യണേന്ന്. അവസാനം അത് ഡിവോഴ്സിന്റെ ഒക്കിലെത്തിയപ്പോഴത്തേക്ക് ഇത് നിർത്തി. കല്യാണം മുടങ്ങുന്നുള്ള വക്കിലെത്തിയപ്പോഴാണ് നിർത്തിയത്. വേറൊരു പയ്യന്റെ അങ്ങനെ ഉണ്ടാട്ടാ കൊച്ചുണ്ട്, ഓർക്കണേ കോച്ച്, ഒരു കൊച്ചുണ്ട്. ബാബു വേറെ സാക്ഷി പറയാൻ വയ്യ. വേറൊരു പയ്യൻ വേല സിറ്റിയിൽ നിന്നാണ് റിലീസ് ഇറക്കിയേട്ടാ. അതെ ഇമ്മോർട്ടൽ. അതോടെ ഞാൻ അങ്ങ് നിർത്തി. ഞാൻ ചന്ദ്രൻ തന്നെ നീറ്റ് ഇടുന്നത് ഈ കേസില്. നമ്മള് നീറ്റാ. എനിക്ക് പെണ്ണുമില്ല, നീ നേരത്തെ കെട്ടുകയും ചെയ്ത്. നീ പണ്ട് ഏതോ റെയ്ഡിൽ പിടിക്കപ്പെട്ടല്ലോ. അയ്യോ പറഞ്ഞ മാർപ്പ് എനിക്ക് പെണ്ണുണ്ട്, കെട്ടിയതെന്നാണ് പറയാൻ മാർപ്പ്. അയ്യോ വിഷയം ഇപ്പൊ കോൾ വരും, ഇപ്പൊ ഇന്റർനാഷണൽ കോളൊക്കെ. വാസന അപ്പ ഇങ്ങോട്ടാ, വാസന ഇങ്ങോട്ടാ. ബാബു അണ്ണാ, നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാ നാളെ തൊട്ട് നമ്മുടെ ബാന് മാറുക. അപ്പൊ പിള്ളേർക്കൊക്കെ ചെറിയ ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റും അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് റെഡിയാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചേ. അണ്ണൻ അറിഞ്ഞിട്ടില്ല ഈ മീറ്റിങ്ങിനെ പറ്റി. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അണ്ണ വരുമ്പത്തേക്ക് പറയാൻ വിചാരിച്ചു. പിന്നെ നീ അറിയാത്തൊരു കാര്യമാണ് എനിക്ക് അറിഞ്ഞോളാം. ഞാൻ ചാറ്റ് വായിക്കുന്നുണ്ട്. നീ മനാഫ് ബ്രോഡ് ഒരു 10 മെമ്പർഷിപ്പ് മിസ് ചെയ്ത അളിയാ, അതൊന്ന് പറഞ്ഞേക്കണം. ഞാനും അതെ ഞാനുള്ള പേരൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. പ്രശ്നം എന്ന് പറഞ്ഞാ എന്റെ മറ്റേ ഡാഷ്ബോർഡിൽ കാണുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ആവുന്നത്, മ്യൂട്ട് ചെയ്തിട്ട് സൗണ്ട് എക്കോ അടിക്കുന്നു. അപ്പൊ ഞാനേ ഫോണാണ് വെച്ചേക്കുന്നത്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതായിരുന്നു വിഷയം. ഞാൻ പറയാം ഒരു സെക്കൻഡ്. മനാഫ് സോറി ബ്രോ, ഞാൻ കണ്ടില്ല. എന്റെ അമ്മ 10 മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് മനാഫ് ബ്രോ, മീൻസ് അലോട്ട്. ഞാൻ കണ്ടില്ല. എനിക്ക് ഞാൻ ഈ ഫോണിന്റെ ഇതിലാ കാണുന്ന, ലൈക്ക് എനിക്ക് അറിയാൻ പറ്റുന്നത്. ഞാൻ ഡാഷ്ബോർഡ് ഓണാക്കി നോക്കട്ടെ ഒന്നുകൂടി. ഒരു സെക്കൻഡ് ഏച്ചി, ഒരു സെക്കൻഡ്. ഞാൻ ഒന്ന് സെറ്റ് ആക്കട്ടെ, ഒരു സെക്കൻഡ്. താങ്ക് യു സോ മച്ച് മനാഫ് ബ്രോ, മീൻസ് 10 മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ എന്റെ അവനെ ഇത് നമ്മുടെ യൂട്യൂബിൽ എടുക്കുന്ന പോലെ നല്ലത് എനിക്ക് നല്ലോണം അറിയാം. ആൻഡ് താങ്ക് യു. ഞാൻ ഇപ്പൊ സെറ്റ് ആക്കി എന്നാണ് എന്റെ വിശ്വാസം. എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. മനാഫ് ബ്രോ താങ്ക് യു സോ മച്ച്. ഓക്കെ എനിക്ക് വാച്ചിങ്ങാ. താങ്ക്സ് a lot guys. Thank you so much for coming. എല്ലാവർക്കും പറ കോച്ച് കേക്കാം. ஒரு 180 crores நம்ம வெளியில வாங்கி இருக்கு. ഓർമ്മയില്ലട്ടാ. ஆசியமா பண்ணாதடா. நான் வந்து ஒரு 10 crores கொடுத்துட்டேன். ஓகே, அதுல 170 இருக்கு இன்னும். ഓക്കേ അളിയ ഞാൻ തന്ന 5 കോടി തരാം. പിന്നെ they asked one offer, ஒரு 100 crores கொடுத்தாங்க. அவ பேரு தாரா கொடுத்தா. ஓகே, சோ அவ வந்து அவங்க டீம்ல இருந்து வந்து ബ്ലാക്ക് ആക്കി കിട്ടുമോണ്ട്. കോച്ച് ഇത് അപ്പുറം പേസലാമ. എനിക്കൊന്നും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം. എനിക്ക് ഞാൻ വിട്ടുപോയി, ഇടയ്ക്ക് വിട്ട് മിസ്സായി പോയി. കോച്ച് സംസാരിച്ച. എനിക്ക് 12 ഉണ്ട്. ഇത് ഇവിടുത്തെ കണക്ഷൻ എന്തോന്ന് PL ആണോ? എനിക്ക് 11 ഉണ്ട്. സ്റ്റാമ്പേഡിന് PL കൂടുതലാണെന്ന് പറയണേ. എനിക്ക് എനിക്ക് എന്താണ് കളിയ പരിപാടി?
നമുക്ക് അണ്ണാ ഞാനേ എല്ലാരും കുറച്ച് പേര് 9 പേർക്ക് ചെറിയൊരു ബാനുണ്ട്. അപ്പൊ അണ്ണാ നമുക്ക് മീറ്റിംഗ് ആയിട്ട് വിളിച്ചാലോ? നമുക്ക് ഇവിടെ ഇരുന്നാ പോരെ? അണ്ണവിടെ കൈയ്യട്ടി ഇങ്ങനെ മറ്റേ ക്രോസ് നിന്നാണ് നമുക്ക് RDC സെറ്റപ്പ് കൊടുത്താം. അണ്ണാ ക്രോസാൻ വിളി ക്രോസാൻ മറ്റേ ബാക്കിൽ ഇപ്പൊ ആരെങ്കിലും മെമ്പർഷിപ്പ് എടുത്താ ഒന്ന് പറയണേ, എടുത്തെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ എടാ ഞാൻ വെച്ചിട്ട് എടാ എല്ലാരും വന്നേ. കോച്ച് ചാരിക്കാതെ വാ. രണ്ടുപേർക്കേ ഉള്ളൂ. ഓക്കെ അത് മാറിയ എടാ എല്ലാരും ഇവിടെ അലൈൻഡ് ഇടുന്നേ, എല്ലാരും സ്ട്രൈറ്റ് ഇടുന്നേ. ഇവിടെ മറ്റേ ലൈനപ്പ് നീഗൻ സ്വിച്ച് ലൈനപ്പ്. ഇതെന്ത് ലൈനപ്പ് ഇത്? എടാ രണ്ട് വരച്ച് നോക്ക് നിന്നാണ് നോക്കട്ടെ. നമ്മള് ഗ്യാങ്സ്റ്റേഴ്സ് ആണ്. എന്താ പറ്റൂലേ ഇത് ഏതാകൃതി? ഹലോ എവിടെ ഉണ്ട്? എടാ ഞാൻ വീട്ടിലാ, ഒരു മീറ്റിംഗ് മീറ്റിംഗ്. എന്താ വേറെ കാര്യത്തിന് ബാബു അവിടെ ലൈനിൽ നിൽക്കണം. എടാ എല്ലാരും വന്ന ഇനി ആരെങ്കിലും വരണ്ടാ?